ഇതാ ഈ കാണുന്ന വലിയ പ്രപഞ്ചത്തിൽ ഈ കാണുന്ന നക്ഷത്രങ്ങൾ, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ, എണ്ണമില്ലാത്ത നക്ഷത്രങ്ങൾ, സൂര്യൻ ഇതാ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, രാവിലെയാകുന്നു, രാത്രിയാകുന്നു. നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നു. നമ്മളോടൊപ്പം ഇന്നലെ വരെ കളിച്ചു നടന്ന ആളുകൾ അവർ മരിച്ചു പോകുന്നു. ഞാനും നാളെ മരിക്കുന്നവൻ. എന്തിനു വേണ്ടിയാണ് എന്നെ പഠിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ജീവിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണ്ടതില്ലേ? അതെന്താണ് എന്ന് എന്റെ സഹോദരങ്ങളെ നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. വെറുതെയായിരുന്നു നമ്മുടെ ജീവിതമെങ്കിൽ, ഒരർത്ഥവുമില്ലാത്തതായിരുന്നു ജീവിതമെങ്കിൽ, എന്റെ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന സംസാരത്തിനോ ഇത് കേൾക്കുന്നതിനോ, നമ്മൾ വീടുകൾ നിർമ്മിക്കുന്നതിനോ, കല്യാണം കഴിക്കുന്നതിനോ, മക്കളെ പരിചരിക്കുന്നതിനോ, മാതാപിതാക്കളെ നോക്കുന്നതിനോ എന്തർത്ഥമാണ് ഈ പറഞ്ഞ ജീവിതത്തിനുള്ളത്? ജീവിതത്തിന് ഒരു അർത്ഥം വേണമെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങൾ ഒന്നാമത് പഠിക്കേണ്ട കാര്യം ഇതാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്? എന്താണ് എന്റെ ലക്ഷ്യം? അതെങ്ങനെ എനിക്ക് നിറവേറ്റാൻ സാധിക്കും? പഠിക്കണം. ഞാൻ പറയട്ടെ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങൾ പഠിക്കുക. ഈ മതം, വിശുദ്ധ ഖുർആൻ അത് പറയുന്ന ആദർശം ഏറ്റവും മനോഹരമാണ് എന്ന്, എല്ലാ നന്മകളിലേക്കും ക്ഷണിക്കുന്നതാണ് ഇത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. തീർച്ചയാണ്, ഒരു സംശയവും വേണ്ടതില്ല. ഇത് പരിശോധിക്കാവുന്ന കാര്യമാണ്.